ഈ ന്യൂസ് 3 അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അറിയാം. ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവമാണ് ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നത്. എന്നാൽ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതല്ല, അമിതമായി ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോയതാണെന്നും വിശദീകരിച്ച് ഗായിക തന്നെ രംഗത്തെത്തുകയും ചെയ്തു. പിന്നീട് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും ഇപ്പോൾ ഉറങ്ങാൻ ആശ്രയിക്കുന്ന ഒന്നാണ് ഈ ഉറക്ക ഗുളിക അഥവാ സ്ലീപ്പിംഗ് പിൽസ്. ഇവ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ കഴിക്കുന്നത് വളരെ അപകടകരമാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും ഇത് അനാവശ്യമായി കഴിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ആവശ്യത്തിനനുസരിച്ച് സ്വയം ഡോസേജ് കൂട്ടുന്നതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു അവബോധം ആവശ്യമാണ്. എങ്ങനെ ആയിരിക്കണം ഉറക്ക ഗുളികയുടെ ഉപയോഗം? ഇതേക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നത് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മനാണ്. സ്വാഗതം ഡോക്ടർ ന്യൂസ് 3യിലേക്ക്. ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗായികയുടെ കാര്യം, അമിതമായി ഉറക്ക ഗുളിക കഴിച്ചതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ്, താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല എന്ന് ഗായിക തന്നെ പറയുകയുണ്ടായി. ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇടയായി സ്ട്രെസ്സൊക്കെ കൂടിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആശ്രയിക്കുകയാണ്, അനാവശ്യമായി തന്നെ ആശ്രയിക്കുകയാണ്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും കൂടാതെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ പോകുന്നു, ഇത്തരത്തിൽ ഉറക്ക ഗുളിക വാങ്ങുന്നു, കഴിക്കുന്നു. ഇത് വളരെ ആരോഗ്യകരമായി, അതും ശരീരത്തെ മാത്രമല്ല മനസ്സിനെ കൂടി വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് വേൾഡ് സ്ലീപ്പ് ഡേ കൂടിയാണ്. അപകടകരമാണെങ്കിലും കറക്റ്റ് ദിവസം തന്നെയാണ് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് കൂടി എടുത്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഉറക്കഗുളിക കഴിക്കുക എന്നുള്ളത് സാധാരണ ഒരു മലയാളിയുടെ ഒരു സ്ഥിരം ശീലമായിട്ട് തന്നെ വന്നിരിക്കുന്നുള്ളൊരു വാസ്തവമാണ്. പലപ്പോഴും ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം ഉറക്കക്കുറവ് തുടങ്ങുന്നത്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവര്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഡ്യൂട്ടീസ് മാറി മാറി വരുന്നവര്, അല്ലെങ്കിൽ പകൽ സമയത്ത് ചിലപ്പോൾ അധിക സമയം ഒഴിവ് സമയം ഉണ്ടെങ്കിൽ അധിക നേരം കിടന്നുറങ്ങി അതുകൊണ്ട് രാത്രി ഉറക്കം വരാതെ ശീലിച്ചവര്, ലഹരി ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ സമ്മർദ്ദം താങ്കൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂഡ് വ്യതിയാനങ്ങൾ ഉള്ളവര്, മറ്റെന്തെങ്കിലും ഗുരുതര മനോരോഗ പ്രശ്നങ്ങൾ ഉള്ളവര്, ഉത്കണ്ഠയുള്ളവര്, ഇങ്ങനെയുള്ളവർക്കൊക്കെയും തന്നെ ഉറക്കക്കുറവ് ഒരു പതിവാണ്. അത് തന്നെയല്ല ഇതിൽ ഏറ്റവും അധികം ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് തന്നെയാണ്, സമ്മർദ്ദം തന്നെയാണ്. സ്കൂൾ കുട്ടികൾക്ക് മുതൽ ഈ ഉറക്കക്കുറവ് കണ്ടുവരാറുമുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഉറക്കക്കുറവ് വരുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് ഉറക്ക ഗുളികയാണ്. അതൊരു തെറ്റായ നടപടി തന്നെയാണ്. കാരണം ഉറക്കം കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഉറക്കക്കുറവുണ്ടെന്ന് ആദ്യമേ നമ്മൾ നിർണ്ണയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരു പക്ഷേ ഉറക്കക്കുറവിനെ പരിഹരിക്കാം. ഉദാഹരണത്തിന് വൈകുന്നേരം 8 മണിക്കും 9 മണിക്കും ഒക്കെ ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് ശീലമുള്ളവർക്ക് രാത്രിയിൽ ഉറക്കം കിട്ടാനായിട്ട് വളരെ പ്രയാസം വരും. അതൊക്കെ സമയം ഗാഡ്ജറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെയും ഉറക്കക്കുറവ് വരാനായിട്ട് ധാരാളം സമയം പിന്നീട് എടുക്കേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥം നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കും. ഈ മെലറ്റോണിൻ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണ രീതിയിലൊരു സ്ലീപ്പിലേക്ക് ഒരു വ്യക്തി വഴുതി വീഴുകയുള്ളൂ. ഇരുട്ടില്ലാതെ പ്രകാശഭരിതമാണ് നമ്മുടെ ചുറ്റുവട്ടമെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് വരെ വെട്ടത്തിന്റെ നടുവിലിരുന്ന് ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വൈകും. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ തുടങ്ങി ഗുരുതര പ്രശ്നങ്ങൾ വരെ ഉള്ളവര് ഉറക്കക്കുറവ് എന്തുകൊണ്ട് ആദ്യം വരുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലി പ്രശ്നങ്ങളാണെന്നെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അല്ല മറ്റെന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂഡ് വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. കാരണം മൂഡ് പരിഹരിക്കാത്തോളത്തോളം കാലം, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് പരിഹരിക്കാത്തടത്തോളം കാലം, ഉത്കണ്ഠ പരിഹരിക്കാത്തടത്തോളം കാലം ഈ ഉറക്കക്കുറവ് നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സാധാരണ ഞാൻ കണ്ടുവരുന്നത്, ഇപ്പോ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ടാബ്ലറ്റ്സ് എഴുതി മൂഡ് ശരിയാവാനുള്ള ടാബ്ലറ്റ്സ് ഒപ്പം കൊടുക്കും, ഉറങ്ങാനുള്ളതും ഒരു പക്ഷേ കൊടുത്തെന്നിരിക്കും. പക്ഷേ ആൾക്കാരുടെ വ്യഗ്രത പലപ്പോഴും ഈ ഉറങ്ങാനുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രധാന മരുന്ന് ഒഴിവാക്കി കളയും. എന്നിട്ട് ഫോളോ അപ്പിന് പോലും വരുത്തില്ല. ഇത് കാരണം തുടർമാനമായിട്ട് ഈ ഉറക്ക ഗുളിക പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് വർഷങ്ങൾ കഴിച്ചിട്ട് അവസാനം ഉറക്കം താൽക്കാലികമായിട്ടൊരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടതല്ലാതെ പിന്നീട് ഇത് ഫലിക്കാതെ വരുന്നു. ഈ ഡോസ് കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ വരുന്നു. അത് തന്നെയല്ല, അതിന്റെ അന്തർലീനമായ കാരണങ്ങൾ വളരെയധികം മോശമായി വേഴ്സൺ ചെയ്ത ഒരു പിക്ചറിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ പലൊരു കാര്യം ചോദിക്കട്ടെ, അപ്പോൾ ഈ ഉറക്ക ഗുളിക ആർക്ക് എപ്പോൾ ഏത് ഘട്ടത്തിൽ കഴിക്കാം?
അതായത് ഈ ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ ചിലർ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉറക്കക്കുറവ് അനുഭവപ്പെട്ടാൽ തന്നെ നമ്മൾ ഡോക്ടറെ നേരിട്ട് പോയി കാണേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഉറക്ക ഗുളിക എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ മാത്രം എഴുതി അവരുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് സീൽ വെച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ച് കൊടുക്കേണ്ട ഒരു ഗുളികയാണ്. അത് ഓവർ ദ കൗണ്ടർ കൊടുത്തുകൂടാ. ഒരു ഡോക്ടറെ കാണാതെ യാതൊരു കാരണവശാലും അത് വാങ്ങിക്കുന്നത് നിയമപരമായിട്ട് അത് തെറ്റാണ്. ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകാർ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസും റദ്ദാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിയമങ്ങൾ ഉള്ളപ്പോഴാണ് ഇതിനൊന്നും ഒരു മേൽനോട്ടവും ഇല്ലാതെ അവനവന്റെ സ്വന്തം ഇഷ്ടത്തിന് ഉറക്കക്കുറവ് കാണുമ്പോൾ ഉടനെ പോയി പർച്ചേസ് ചെയ്യുന്നത്. അത് തന്നെയല്ല, നമ്മുടെ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഉറക്ക ഗുളികയും അബ്യൂസ് ചെയ്യുന്ന ഒരു ചരിത്രവുമുണ്ട്. പലപ്പോഴും എന്നെ പോലുള്ള ഒരു സൈക്കാട്രിസ്റ്റിന്റെ കള്ള ഒപ്പുമിട്ട് വ്യാജ സീലും പണിയിപ്പിച്ച് അവർ കൊണ്ടുപോയി വാങ്ങിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും തന്നെ തെറ്റായിട്ടുള്ള നടപടിയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെറിയ കാരണം കൊണ്ട് ഇപ്പോൾ ജെറ്റ് ലാഗ്, ഫ്ലൈറ്റ് കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ ടൈം സോണിന് ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ തലച്ചോറ് ഒരു തരത്തിൽ ശീലിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ സ്ലീപ്പ് പാറ്റേണും അവിടുത്തെ ടൈം സോണും മാറുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോട് പൊരുത്തപ്പെടാനായിട്ട് നമ്മുടെ തലച്ചോറ് കുറച്ചൊരു വൈകിയായിരിക്കും ഒരു പക്ഷേ അതിനോട് പൊരുത്തപ്പെടുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെയും ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം ഒരു ഉറക്ക ഗുളികയുടെ ആവശ്യം മാത്രമേ വരികയുള്ളായിരിക്കാം. എന്നിരുന്നാൽ പോലും അങ്ങനെ ലഘുവായ കാരണമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണ്ടുന്ന പരിശോധന നടത്തി ഇത് മാത്രമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടതിന് ശേഷം മാത്രമേ ഗുളിക കഴിച്ച് തുടങ്ങാവുള്ളൂ. അതിന് 3 ദിവസത്തേക്കാണെങ്കിലും ശരി, 3 മാസത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന് മേലെയാണെങ്കിലും. സാധാരണഗതിയിൽ ഒരു പരിധിക്കപ്പുറം മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഒന്നും ഉറക്ക ഗുളിക കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ സാധാരണ ആരും കൊടുക്കാറില്ല. അൺലെസ് അതിന് എന്തെങ്കിലും അത്തരം തരത്തിലുള്ള എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പരിധി വിട്ട് ആഴ്ചകൾ മാസങ്ങൾ നീണ്ടു കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ അവർ ഫോളോ അപ്പ് റെഗുലറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സൈക്കാട്രിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ് തുടങ്ങിയവർ തന്നെ അത് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു രീതിയും കൂടി ഉണ്ട്. കാരണം പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ അബ്രപ്റ്റായിട്ട് ഇവരങ്ങ് നിർത്തിക്കളയും. അബ്രപ്റ്റായിട്ട് നിർത്തിക്കളയുമ്പോൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം. മദ്യം അബ്രപ്റ്റായിട്ട് നിർത്തുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഉറക്ക ഗുളിക ദീർഘനാൾ കഴിച്ചിട്ട് അബ്രപ്റ്റായിട്ട് നിർത്തുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഉറക്കക്കുറവ് മാത്രമായിട്ടല്ല, അത് ചിലപ്പോൾ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദേഷ്യം വരാം, അമിതമായിട്ടുള്ള സങ്കടം വരാം, മൂഡ് സ്വിങ്സ് വരാം, ഇറിറ്റേഷൻ വരാം. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി കൈവറയൽ വരാം. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി അപസ്മാരം പോലെയുള്ള ഗുരുതര പ്രശ്നങ്ങളിൽ എത്തപ്പെടാം. അപസ്മാരം മാത്രമല്ല, ഡെലീരിയം എന്നൊരു കണ്ടീഷൻ, അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, നമ്മൾ പിച്ചും പേയും പറയുക എന്നൊക്കെ പറയത്തില്ലേ, ആ തലത്തിൽ പോകുക, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ വരിക, സമയത്തിനോടോ കാലത്തിനോടോ മനുഷ്യരോടോ ഓറിയന്റേഷൻ നഷ്ടപ്പെടുക, ഈ തരത്തിലൊക്കെയും പിൻവാങ്ങൽ ലക്ഷണങ്ങളും കാണാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇത് അബ്രപ്റ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ. തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളാകാം നമ്മളിങ്ങനെ ഒരു ഡോക്ടറിന്റെ നിയമാനുസൃതമല്ലാതെ ഉപദേശത്തിലല്ലാതെ ഇത്തരത്തിൽ ഉറക്ക ഗുളികകൾ വാങ്ങി കഴിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഡോസേജ് കൂട്ടിയാലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ എൽസി ഉമ്മൻ നമ്മളോട് പങ്കുവച്ചത്. വളരെ നന്ദി ഡോക്ടർ ന്യൂസ് 3യിൽ ഒപ്പം ചേർന്നതിന്. അപ്പം ന്യൂസ് 3യുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.